അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ. നമ്മുടെ ക്ലാസ് ഇന്ന് ഒരു പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് 14-ാമത്തെ അധ്യായമാണ്. നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സുമായിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. അത് വളരെ പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ വീണ്ടും പ്രത്യാശിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമുക്ക് പറയാനുണ്ട്, മുമ്പ് എനിക്ക് കഴിഞ്ഞിരുന്നു, ഇപ്പോൾ കഴിയുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരാറില്ലേ? അതിനുള്ള ഇംഗ്ലീഷ് പ്രയോഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് ഇന്നത്തെ പാഠം. എനിക്ക് നന്നായി ഓടാൻ കഴിഞ്ഞിരുന്നു, ഇപ്പോൾ കഴിയുന്നില്ല. എനിക്ക് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു, ഇപ്പോൾ കഴിയുന്നില്ല. അവൾക്ക് നന്നായി പാടാൻ കഴിഞ്ഞിരുന്നു മുമ്പ്, പക്ഷേ ഇപ്പോൾ നന്നായി പാടാൻ കഴിയുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ള സെൻറ്റൻസ് ഇതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ കുഡ് എന്ന ഓക്സിലറിയെയാണ്. അപ്പോൾ അതിൻ്റെ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് കുഡ് പ്ലസ് വെർബ് എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റിനെ ചേർക്കുക, രണ്ടാമത് കുഡ് എന്ന ഓക്സിലറി ഉപയോഗിക്കുക, മൂന്നാമത് വെർബ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ആ സംഗതി ആ ആൾക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ള രീതിയിലുള്ള അർത്ഥം നമുക്ക് കിട്ടും. ഉദാഹരണം, ഷീ കുഡ് സിങ് വെൽ. അവൾക്ക് നന്നായി പാടാൻ കഴിഞ്ഞിരുന്നു. ഒരു പാട്ടുകാരിയെ സംബന്ധിച്ച് നമ്മൾ പറയണമെന്ന് വിചാരിക്കാം. അവൾ നന്നായി ചെറുപ്പകാലത്തൊക്കെ നന്നായി പാടിയിരുന്നു, നന്നായി അവൾക്ക് പാടാൻ കഴിഞ്ഞിരുന്നു. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത്? ഇതാണ് നമ്മുടെ വാക്യഘടന. ഷീ കുഡ് സിങ് വെൽ. ഫസ്റ്റ് സബ്ജക്റ്റ് ഷീ വെച്ചു, രണ്ടാമത് കുഡ് എന്നുപയോഗിച്ചു, മൂന്നാമത് സിങ് എന്ന വെർബിനെ ഉപയോഗിച്ചു. ഷീ കുഡ് സിങ് വെൽ. അവൾക്ക് നന്നായി പാടാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് നന്നായി ഓടാൻ കഴിഞ്ഞിരുന്നു എന്ന് എങ്ങനെ പറയും? ഐ കുഡ് റൺ വെൽ. എനിക്ക് നന്നായി ഓടാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ ഹി കുഡ് സിങ് സ്വീറ്റ്ലി. സ്വീറ്റ്ലി എന്ന് പറഞ്ഞാൽ മധുരമായി എന്നാണ് അർത്ഥം. അതൊരു അഡ്വർബാണ്, ക്രിയാവിശേഷണമാണ്. പാടുക എന്നുള്ളത് ക്രിയയാണ്, നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് ഏത് രൂപത്തിൽ പാടുന്നു എന്നതിനെ വ്യക്തമാക്കുന്നൊരു വാക്കാണ് സ്വീറ്റ്ലി, മധുരമായി. അപ്പോൾ പാടുന്നത് എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്ന, ക്രിയയെ വിശേഷിപ്പിക്കുന്ന അഡ്വർബാണ് നാലാമത് ഇവിടെ ചേർത്തിട്ടുള്ളത്. സന്ദർഭവശാൽ അത് പറഞ്ഞുവെന്ന് മാത്രം. അത് ഗ്രാമറിൻ്റെ ഒരു വശമാണ്. അതിലേക്ക് ഗ്രാമർ പഠിക്കണം എന്ന് നിർബന്ധമില്ലാത്തവർ വല്ലാതെ കടക്കേണ്ടതില്ല. സ്കൂൾ കോളേജ് തലങ്ങളിൽ മറ്റും പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രാമറിൻ്റെ വിഷയത്തിൽ അത് ഉപകാരപ്പെടും എന്നതിനാലാണ്. അതുപോലെ തന്നെ അത് പറഞ്ഞാൽ, ആ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവുമെന്ന നിലക്കാണ് ഒറ്റ വാക്കിൽ അതിനെ സൂചിപ്പിച്ചത്. തിരിച്ചു വരാം പാഠത്തിലേക്ക് തന്നെ. ഹി കുഡ് സിങ് സ്വീറ്റ്ലി. അവന് മനോഹരമായി, അവന് മധുരമായി പാടാൻ കഴിഞ്ഞിരുന്നു. മുമ്പ് അവൻ നന്നായിട്ട് മധുരമായിട്ടാണ് പാടിയിരുന്നത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ മാറിയിട്ടുണ്ട്, പാട്ടിനുള്ള ആ ഒരു പഴയ ശക്തിയൊക്കെ ചോർന്നു പോയിട്ടുണ്ട്. എങ്കിൽ നമുക്ക് അവിടെ അത്തരം സാഹചര്യങ്ങളിൽ പറയാൻ പറ്റുന്നൊരു വാക്കാണ് ഹി കുഡ് സിങ് സ്വീറ്റ്ലി. അവന് മനോഹരമായി പാടാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞിരുന്നു എന്നതിന് നമ്മൾ ഉപയോഗിച്ചത് കുഡ് എന്നാണ്. അത് നടുവിലാണ് ഉപയോഗിച്ചത്. എല്ലാ സെൻറ്റൻസിലും എന്ന പോലെ സഹായക ക്രിയയെ നാം മധ്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഷീ കുഡ് കൺട്രോൾ ഹിം. അവൾക്ക് അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പം കഴിയണില്ല, പഴയ കാലത്ത് മുമ്പ് ഒക്കെ അവൾക്ക് അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. അവളുടെ കുട്ടികളെ സംബന്ധിച്ചാകാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചാവാം, അവളുടെ ഭർത്താവിനെ സംബന്ധിച്ചാകാം. നമുക്ക് ഉദാഹരണം ഒന്ന് മാറ്റി പറയാം. ഷീ കുഡ് കൺട്രോൾ ഹെർ ഹസ്ബൻഡ്. അവൾക്ക് മുമ്പ് അവളുടെ ഭർത്താവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു, ഇപ്പോൾ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇവിടെ നമ്മൾ എഴുതിയ ഉദാഹരണം ഷീ കുഡ് കൺട്രോൾ ഹിം, അവൾക്ക് അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന്. തിരിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ അവന് അവളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാണെങ്കിൽ ഇവിടെ നമ്മൾ ഹി എന്ന് ഉപയോഗിച്ചാൽ മതി. ഹി കുഡ് കൺട്രോൾ ഹെർ എന്നിവിടെ, അവളെ എന്നുള്ളതിന് ഹെർ എന്നിവിടെ ഉപയോഗിക്കാം. മറ്റൊരു ഉദാഹരണം, ഐ കുഡ് സ്വിം. എനിക്ക് നീന്താൻ കഴിഞ്ഞിരുന്നു. മുമ്പൊക്കെ ചെറുപ്രായത്തിൽ നമുക്ക് നീന്താൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ആ രീതിയിൽ നീന്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് പറയാവുന്ന, ഇംഗ്ലീഷിൽ അതിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു വാചകമാണ് ഐ കുഡ് സ്വിം. എനിക്ക് നീന്താൻ കഴിഞ്ഞിരുന്നു. വി കുഡ് പ്രാക്ടീസ് വെൽ. നമുക്ക് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇപ്പം അത്ര തന്നെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയണില്ല. അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഈ സെൻറ്റൻസിനെ ഉപയോഗിക്കാം. വി കുഡ് പ്രാക്ടീസ് വെൽ. ദേ കുഡ് വർക്ക് ഹാർഡ്. അവർക്ക് നന്നായി ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നു ചെറുപ്പകാലത്ത്, പക്ഷേ ഇപ്പോൾ അവർക്ക് അത്രയൊന്നും ജോലി ചെയ്യാൻ കഴിയുന്നില്ല, അത്രയൊന്നും നന്നായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ മുമ്പുണ്ടായിരുന്നൊരു കഴിവ്
അതിനെ സൂചിപ്പിക്കാൻ അതിനാണ് കുഡ് എന്നതിനെ ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ നമുക്ക് ഇങ്ങനെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. കുഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിരുന്നു. ഫസ്റ്റ് സബ്ജക്റ്റ് ദെൻ കുഡ്, അതിനുശേഷം ഒരു വെർബ് ഉപയോഗിച്ചാൽ ആ ആൾക്ക് അതിന് കഴിഞ്ഞിരുന്നു എന്നർത്ഥം കിട്ടും. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രത്യേകം ഉദാഹരണങ്ങളിലൂടെ പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയെന്നാൽ നമുക്ക് എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ തന്നെ സബ്ജക്റ്റിൻ്റെ അവിടെ ഇഷ്ടം പോലെ സബ്ജക്റ്റുകൾ ചേഞ്ച് ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം സബ്ജക്റ്റുകൾ മാറ്റിക്കൊടുത്ത് ഇഷ്ടം പോലെ സബ്ജക്റ്റുകൾ മാറ്റുക. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് അവിടെ മാറി കിട്ടി. കുഡ് എന്നത് അത് തന്നെ ഉപയോഗിക്കുക. വെർബ് നമുക്ക് അറിയാവുന്ന വെർബുകളെല്ലാം ഈ പ്രയോഗത്തിൽ ഉപയോഗിക്കുക. നാലാമത് നേരത്തെ ഇവിടെ അഡ്വർബ് ഉപയോഗിച്ചതുപോലെ അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ, അതുപോലെ തന്നെ മറ്റുള്ള വാക്കുകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ആ സെൻറ്റൻസുകളെ ദീർഘിപ്പിക്കാനും വലുതാക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു പാഠമാണ് നമുക്ക് 14ാമത്തെ പാഠത്തിൽ പരിചയപ്പെടാനുള്ളത്. എല്ലാവരും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. എന്നത്തെയും പോലെ തന്നെ നോട്ട് ഉപയോഗിച്ച് നിങ്ങൾ പലതവണ പ്രാക്ടീസ് ചെയ്ത് ആ പ്രാക്ടീസ് ചെയ്തത് പറഞ്ഞ് ശീലിക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ നന്നായി സംസാരിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ പ്രസംഗിക്കാൻ പോലുമുള്ള കഴിവ് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവരും അതിനുവേണ്ടി ട്രൈ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.